തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമഗ്ര സംഘടനാ പരിഷ്കരണവുമായി ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ ജില്ലകളുടെ ചുമതലകളിലേക്ക് പുതിയ 30 സംഘടനാ ജില്ലകളിൽ തീരുമാനമായ ജില്ലാ അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം ഇന്ന്. വിവിധ ജില്ലാ അധ്യക്ഷന്മാർ ഇന്ന് ചുമതല ഏറ്റെടുക്കും. സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 14 ജില്ലകളെ വിഭജിച്ച് 30 സംഘടനാ ജില്ലകളാക്കിയ തീരുമാനത്തിന് നേരത്തെ ദേശീയ നേതൃത്വം അംഗീകാരം നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, പുതിയ ചുമതലകളിലേക്ക് ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ ചുമതലയേൽക്കുകയാണ്. പുതിയ 30 സംഘടനാ ജില്ലകളിൽ തീരുമാനമായ ജില്ലാ അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകും. എപ്പോഴായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാകുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ 30 സംഘടനാ ജില്ലകളുടെ ചുമതലകളിൽ നിന്ന് 30 ബി.ജെ.പിയുടെ നായകന്മാർ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്കും 10:30ക്കും ഇടയ്ക്ക് സംസ്ഥാന വ്യാപകമായി നടക്കുകയും ചെയ്യും. 14 ജില്ലകൾ, ആ 14 ജില്ലകളിൽ നിന്ന് 30 സംഘടനാ ജില്ലകൾ. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അടിമുടി ബി.ജെ.പി. ഒരുങ്ങുകയാണ്. അതിന്റെ സംഘടനാ തരത്തിലുള്ള നടപടികൾ ഓരോ ഭാഗങ്ങളിലായി നടക്കുന്നു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. തിരുവനന്തപുരം സെൻട്രൽ സംഘടനാ ജില്ലയുടെ ചുമതല വഹിക്കാൻ പോകുന്ന അമരക്കാരൻ നമുക്കൊപ്പം നിയുക്ത ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കരമന ജയൻ ചേരുകയാണ്. അദ്ദേഹം നമുക്കൊപ്പം ഇവിടെ ഉണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം വളരെ നേരത്തെ തന്നെ എത്തുകയും ചെയ്തിരുന്നു. മുൻപും ജില്ലാ അധ്യക്ഷൻ ചുമതല വഹിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം തന്നെ നിരവധി ചുമതലകൾ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പുതിയ ഉത്തരവാദിത്വം അദ്ദേഹത്തെ തേടിയെത്തുന്നു. അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിക്കുകയാണ്. നമസ്തേ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പുതിയൊരു ചുമതല കൂടി പാർട്ടി ഔദ്യോഗികമായി ഏൽപ്പിക്കുന്നു. എങ്ങനെ തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. അതോടൊപ്പം അനന്തപുരിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം പാർട്ടി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ മുഴുവൻ ബി.ജെ.പി. പ്രവർത്തകരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി, നെഞ്ചോട് ചേർത്ത് നിർത്തി ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്താൻ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അനുകൂലമായൊരു സാഹചര്യം. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. മുഖ്യ പ്രതിപക്ഷമായി നഗരസഭയിൽ ഉണ്ട് താനും. എങ്ങനെയായിരിക്കും ഇനി തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ പോകുന്നത്? 2020 മുഖ്യ പ്രതിപക്ഷം, 2015 മുഖ്യ പ്രതിപക്ഷം, 2025 ഭരണപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവരും അഭിനന്ദനങ്ങളും നേരുന്നു. എന്തായാലും അദ്ദേഹം നമ്മളോടൊപ്പം പ്രതികരിച്ചത് 2025 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാക്കും. ഒപ്പം നിലവിൽ ഇരിക്കുന്ന പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഭരണപക്ഷത്തേക്ക് എത്തും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതിനെയൊക്കെ മറികടന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ അടിത്തട്ട് മുതൽ ഏറ്റവും ടോപ്പിൽ വരെയുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അടിമുടി മാറ്റത്തിന് ബി.ജെ.പി. ഒരുങ്ങുകയാണ്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കുകയും ചെയ്യും. എന്തായാലും ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനത്തിലും സന്തോഷത്തിലും ഒക്കെയാണ്. കാരണം 3 സംഘടനാ ജില്ലകളാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ബി.ജെ.പിയുടെ ക്ലാസ് മണ്ഡലം ഒക്കെയാണ്. ആ ജില്ലയിലേക്ക് ഇത്തരത്തിൽ 3 സംഘടനാ ജില്ലകൾ വരുന്നു. ആ സംഘടനാ ജില്ലകൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നരായിട്ടുള്ള നായകന്മാർ തന്നെ എത്തുന്നു. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിർവഹിക്കും. എന്തായാലും ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കന്മാർ, പ്രവർത്തകരടക്കമുള്ളവർ ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രോഹിണി. ശരി ശാലിനി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമഗ്ര സംഘടനാ പരിഷ്കരണവുമായി ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ ജില്ലകളുടെ ചുമതലകളിലേക്ക് പുതിയ 30 സംഘടനാ ജില്ലകളിൽ തീരുമാനമായ ജില്ലാ അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.